ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് സ്കൂൾ യൂണിഫോം തയ്പ്പിക്കുന്ന സ്കൂൾ അധികൃതരുടെ നടപടി അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ യൂണിവേഴ്സിറ്റി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് സ്കൂൾ യൂണിഫോം തയ്പ്പിക്കുന്ന സ്കൂൾ അധികൃതരുടെ നടപടി അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ യൂണിവേഴ്സിറ്റി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. വിവിധയിടങ്ങളിൽ സ്കൂൾ കേന്ദ്രീകരിച്ച് അധ്യാപകരും അനധ്യാപകരും ചേർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് യൂണിഫോം തയ്പ്പിച്ച് സ്വയം ലാഭമുണ്ടാക്കുന്ന കാഴ്ചയാണ് നിലവിൽ കണ്ടുവരുന്നത്. ഈ പ്രവണത തയ്യൽ മേഖലയിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നവർക്ക് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് നേതാക്കൾ പരാതി ഉന്നയിച്ചു. തയ്യൽ തൊഴിലാളികളുടെ പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ദേശീയപാത കോഹിനൂർ ഭാഗത്ത് നാടിന്റെ യാത്രാക്ലേശം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് കെ കുഞ്ഞിക്കുട്ടൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. AKTA ജില്ലാ സെക്രട്ടറി PD സണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏത് ആവശ്യമാണോ മുന്നോട്ട് വെച്ചത് അത് നേടിയെടുക്കുന്നത് വരെ ആ മുദ്രാവാക്യം തന്നെ വിളിച്ചുകൊണ്ട് അത് നേടിയെടുക്കുന്ന സമീപനമല്ലേ ഈ സംഘടന സ്വീകരിക്കുന്നത്. അങ്ങനെ നേടിയെടുത്തിട്ടുള്ള ക്ഷേമനിധി, ഈ ക്ഷേമനിധിയുമായി താരതമ്യം ചെയ്യാൻ നമ്മുടെ താഴെത്തട്ടിൽ കിടക്കുന്ന ബോധമില്ലാത്ത തൊഴിലാളികൾ സാമൂഹ്യ സുരക്ഷ പെൻഷനുമായി ബന്ധപ്പെടുത്തി. ഇപ്പൊ ഇന്ന് പത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത, സാമൂഹ്യ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വരാൻ പോവുക. എന്താ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ? സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഇന്ന് ഏതെങ്കിലും തൊഴിലാളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 50%-ലധികം വില്ലേജ് ഓഫീസറുടെ ഔദാര്യം കൊണ്ട് കിട്ടുന്നതാണ്. കെ കുഞ്ഞിക്കുട്ടൻ അധ്യക്ഷനായി. കെ ബാലഗോപാലൻ പ്രവർത്തന റിപ്പോർട്ടും KP പ്രഹ്ലാദൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ KP സുന്ദരൻ, ജോയിന്റ് സെക്രട്ടറി KP രാജൻ, ജില്ലാ കമ്മിറ്റി അംഗം P പൗർണമി, V വൃഷദ്കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ ഓഫീസിലെ കമ്പ്യൂട്ടർ വൽക്കരണവുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനം നടത്തിയതിന് സംസ്ഥാന കമ്മിറ്റിയുടെ അവാർഡ് ലഭിച്ച KP സുന്ദരനെ വേദിയിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി കെ കുഞ്ഞിക്കുട്ടൻ, സെക്രട്ടറിയായി കെ ബാലഗോപാലൻ, ട്രഷററായി KP പ്രഹ്ലാദൻ എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്.